ഹലോ സുഹൃത്തുക്കളെ, കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അല്പം തിരക്കായിപ്പോയി. രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയാണ്, നല്ല തണുപ്പും, എഴുന്നേൽക്കാനേ തോന്നുന്നില്ല. അപ്പോൾ രാവിലെ ചേട്ടൻ എണീറ്റു, കട്ടൻ ചായ കുടിക്കുക. അപ്പം ഞാൻ രാവിലെ എണീക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഇന്ന് ഞങ്ങളുടെ ചെക്കൻ്റെ കല്യാണമാണ്. ചേട്ടൻ്റെ സഹോദരിയുടെ മകൻ്റെ കല്യാണമാണ് കേട്ടോ ഇന്ന്. അപ്പം ഞങ്ങളെല്ലാവരും രാവിലെ ഇതാ ഒരുങ്ങിക്കെട്ടി പോവുകയാണ്. ഏറെക്കുറെ വെഞ്ഞാറമ്മൂട് പോകണം കേട്ടോ. അപ്പോൾ വണ്ടി ഇവിടെ നിന്ന് തിരിച്ചു. രാവിലെ 8:30 കേട്ടോ ഇവിടെ നിന്ന് തിരിച്ചേ. അപ്പോൾ ഇത്രയും രാവിലെയൊക്കെ ഈ പിള്ളേരെയൊക്കെ ഒരുക്കി പറക്കി ഞാനും ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഒരു നേരം ആവുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഓക്കെ, കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. എന്താ പറ ഓടി 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 നമ്മൾ ഫൈനലി കല്യാണ മണ്ഡപത്തിലെത്തി കേട്ടോ. കല്യാണം വന്നിട്ട് റോയൽ പാലസ് കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു കേട്ടോ കല്യാണം. അത്യാവശ്യം നല്ലൊരു മണ്ഡപമായിരുന്നു. അങ്ങനെ ചെക്കൻ കയറി. ഇനി കല്യാണത്തിൻ്റെ പ്രോസസ്സുകളാണ് കേട്ടോ. ഞാൻ ഈ കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് താഴെ ഇരിക്കുവാണ്. മേളിൽ കയറാതിരിക്കാൻ പറ്റില്ല, നമ്മളിതാ മേളിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ അതാ ഞങ്ങളുടെ പെണ്ണ് വരുന്നുണ്ടേ. പെണ്ണ് ഇത്ര മനോഹരമായ ആചാരങ്ങളാണല്ലേ. നമ്മുടെയൊക്കെ കല്യാണത്തിന് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടം, വല്ലാത്ത മിസ്സിങ്. അപ്പം ഇത് കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നതിനൊക്കെ ഒന്നുകൂടെ കെട്ടിക്കൂടിയടിയെന്ന്. അയ്യോ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ചേട്ടൻ ഇനി ഒരിക്കൽ കൂടെ കെട്ടാൻ വരുന്നില്ല എന്ന്. ഒന്ന് കെട്ടിയതോടെ തന്നെ മതിയായി ആശാന്. കുറേ പൂത്തിരിയും കമ്പിത്തിരിയൊക്കെ കത്തിച്ച് പെണ്ണെത്തിയിട്ടോ. ഇപ്പോഴത്തെ ജനറേഷനിൽ ഇങ്ങനെയൊക്കെ, നാളെ നമ്മുടെ മക്കളെ കാലം വരുമ്പോൾ എന്താവൂ എന്ന്. താലി കെട്ടാൻ സമയമായി. ചെക്കനും പെണ്ണും താലി കെട്ടാൻ റെഡിയായിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കല്യാണം സമയത്ത് ഈ കല്യാണ പയ്യനുണ്ടല്ലോ, SSLCയുടെ പരീക്ഷ കഴിഞ്ഞ് ഓടി വന്നു ഞങ്ങളുടെ കല്യാണം കൂടാൻ, ചേച്ചിയുടെ മോനെ. അപ്പോൾ എനിക്കിപ്പോഴും അവനെ ആ ഒരു കുഞ്ഞായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. അവന് വലിയ കുട്ടിയായി, കല്യാണമൊക്കെ ആയെന്ന് നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ നമ്മുടെ കയ്യിൽ കുഞ്ഞാണ്. നമ്മൾ ചേട്ടൻ പറയുമോ ഒരിക്കൽ കൂടെ കിട്ടണം. ചടങ്ങുകളെല്ലാം ഒരു അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി. അപ്പോൾ ഈ കുട്ടിപ്പട്ടാളങ്ങളെ മേക്കലാണല്ലോ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. പാവാടയൊക്കെ ഇട്ടത് കാരണം ഓട്ടവും ചാട്ടവും ബഹളവും. അയ്യോ. പിന്നെ നമ്മൾ ഊണ് കഴിക്കാൻ കയറി. നല്ല തിരക്കായിരുന്നത് കൊണ്ട് ആളെ ഇരുത്തിയിട്ടാണ് കേട്ടോ വിളമ്പിയത്. ഓരോന്നോരോന്നായിട്ട് വിളമ്പുവാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ റോയൽ പാലസിന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലോട്ട്. ഇനി വൈകുന്നേരത്തെ പാർട്ടിക്ക് കുട്ടിപ്പട്ടാളത്തിൻ്റെയൊക്കെ ഡ്രസ്സിങ് ഉണ്ടോ. വൈകിട്ടത്തെ ഫോട്ടോസൊന്നും എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ആകെ തിരക്കായിരുന്നു, ഗസ്റ്റൊക്കെ വരുന്നു, ബന്ധുക്കളൊക്കെ വരുന്നത് കാരണം എനിക്കധികം എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ 1-2 ക്ലിപ്സൊക്കെ മോളെടുത്ത് വെച്ചതാണ്. പിന്നെ ഇതാ കേക്ക് കൊണ്ടുവന്നു. പിന്നെ കേക്ക് കട്ടിങ്ങാണ്.
ഇന്നാണ് സുഹൃത്തുക്കളെ എനിക്ക് അന്നങ്ങനെ സത്യം മനസ്സിലായത്. എന്താണെന്നല്ലേ, ഇങ്ങനെ മലമലയായിട്ട് അടുക്കി വരുന്നതിൽ കേക്ക് ഫുള്ള് കേക്ക് കാണത്തില്ല. താഴേക്ക് ഇരിക്കുന്ന വെറും ബേസ് ബോർഡിൽ ക്രീം തേച്ചതാണെന്ന്. തേച്ചു മക്കളെ, തേച്ചു. പക്ഷെ കേക്ക് കൊള്ളായിരുന്നു കേട്ടോ, നല്ല കേക്കായിരുന്നു. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ. അധികം ഫോട്ടോസൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. പിള്ളേരുടെ ഫോട്ടോ അധികം എടുത്തില്ല. വൈകുന്നേരം ഞങ്ങൾ ഒരു ക്ലിപ്പ് എടുത്തു. വൈകിട്ടത്തെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.